ജാസി എന്തൊരു ചെക്കപ്പ് കഴിഞ്ഞോ? കഴിഞ്ഞു. എല്ലാവരും ഡൗട്ടാണ് ജാസി ഗർഭിണിയാണോ ജാസിക്ക് എത്ര മാസമായി എന്നുള്ളത്. ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് സീരിയസ്ലി നുണ പറയുന്നതല്ല. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇന്നിതാ ചെക്കപ്പിന് വേണ്ടി വന്നതാണ്. ചെക്കപ്പ് കഴിഞ്ഞു. ഇനി എനിക്ക് ജസ്റ്റ് എനിക്ക് ബോഡി ഭയങ്കര വീക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂക്കോസും കൂടി ഒന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടി ചെയ്യണം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇൻട്രോയിൽ കൊടുത്തിട്ടുള്ള വീഡിയോയിൽ കൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്ന് ഏത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾക്ക് അറിയാമെന്നറിയാം. എന്നാലും ഞാൻ പറയാണ്, നമ്മുടെ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ട്രാൻസ് മെന്നും ട്രാൻസ് വുമണും ഉണ്ടല്ലോ. അതിൽ ട്രാൻസ് വുമൺ ആയിട്ടുള്ള ജാസി അറിയാമല്ലോ. ജാസി ഇപ്പോൾ കറൻ്റ്ലി പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒരുപാട് റീൽസുകളും അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം പല ഓൺലൈൻ മീഡിയക്കാർക്കും പലതരത്തിലുള്ള റെസ്പോൺസസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നേ കണ്ടു. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോകൾ ഞാൻ കാണാനിടയായി. കുറേ ഹെയ്റ്റ് കമൻസുകൾ, ഹെയ്റ്റ് വീഡിയോസുകൾ, ചില ഡോക്ടർമാരുടെ റിയാക്ഷൻ വീഡിയോസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണാനിടയായിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് എൻ്റെ വീഡിയോ. സോ യൂഷ്വലി എൻ്റെ വീഡിയോ ഇങ്ങനെ ഈ LGBTQ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഞാൻ ടു ആൻ എക്സ്റ്റെൻറ്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്നല്ല, ഞാൻ എൻ്റെ കോഴ്സിൻ്റെ ഭാഗമായി ഞാൻ ഈ കമ്മ്യൂണിറ്റീനിടയിൽ ഓൾറെഡി ട്രെയിനിങ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഈ കമ്മ്യൂണിറ്റീനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ നോളജിൽ നിന്നിട്ട് ഞാൻ കുറേ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം മേ ബി ആ ഒരു കൈൻഡ് ഓഫ് വീഡിയോ ആയിരിക്കുമോ ചിലപ്പം ഇത് എന്നുള്ളത് അറിയില്ല. കാരണം ഇതിൽ ഞാൻ വേറൊരു പെർസ്പെക്റ്റീവും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. ഞങ്ങള് പൃഥ്വിരാജിനെ പോലെയാണ്. ഞങ്ങള് ജനിച്ച കുഞ്ഞിനെ ഞങ്ങള് ഒരു 8 വയസ്സ് വരെ പുറത്ത് കാണിക്കില്ല. പേര് കണ്ടെത്തിയോ? അറബിക് പേര്. ആ പേരൊന്നും ഒന്ന് സൂചന ജാസിയുടെ ചാനലിൽ അല്ലെ ജാസിയുടെ ഇൻസ്റ്റഗ്രാമിലും ലൈക്ക് യൂട്യൂബിലും ഈ പ്രഗ്നൻസി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് വന്നിരുന്നു. ഈവൻ ഞാനും കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. മേ ബി ഞാനിത് പറയുമ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ആ വീഡിയോസ് കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാം. ഇത് കണ്ട സമയത്ത് ഞാൻ കരുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു കോണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മളുടെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലോ നമ്മൾ പല കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യലുണ്ട്, പലതും അഭിനയിക്കലുണ്ട്. ഇപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ ആമി അശോകൻ അറിയില്ലേ, ആളൊക്കെ ഭയങ്കര സെക്ഷൽ അബ്യൂസിനെ കുറിച്ചിട്ടും ഫാമിലി പ്രശ്നങ്ങളെ കുറിച്ചിട്ടും ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ലവ്, റൊമാൻസ്, ഇങ്ങനത്തെ കുറേ കണ്ടന്റുകൾ പലരും അഭിനയിക്കലുണ്ട്. അതുപോലെ ജാസി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു കോണ്ടന്റ് അഭിനയിച്ചതാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കോണ്ടന്റുകൾ ഇട്ടതാണ് എന്നാണ് ഞാൻ ആദ്യം ബേസിക്കലി കരുതിയത്. ഞാൻ ആ രീതിയിൽ തന്നെ ഇതിനെ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ കരുതുന്നത് ആളുടെ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ആൾക്ക് ഇഷ്ടമുള്ള കോണ്ടന്റുകൾ ഇടാം, സംസാരിക്കാം, അങ്ങനെയേ കരുതിയിട്ടുള്ളൂ. എന്നാൽ ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. സോഷ്യൽ മീഡിയയിൽ ഇതൊരു ഡിസ്കഷൻ ആവുകയാണ്. പല സ്ഥലങ്ങളിലും ജാസി വരുന്നിടത്ത് പല ഓൺലൈൻ മീഡിയക്കാരും വന്നിട്ട് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ജാസി ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഞാൻ ഇത്ര മന്താണ്, ബേബി വരും, ഇങ്ങനെ കുറേ കാര്യങ്ങളും ജാസി പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഭവം ഒരു കോണ്ടന്റിന് വേണ്ടി ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഇയാളുടെ പ്രൊഫൈലിൽ കൂടി ഇയാളുടെ അഭിനയം കാണിക്കാൻ വേണ്ടി ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനമല്ല, പകരം വേറെ ഒരു പേഴ്സ്പെക്റ്റീവാണെന്ന്. അത് ഏത് പേഴ്സ്പെക്റ്റീവാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്നത്. അപ്പോൾ അത് തന്നെ വീഡിയോ കണ്ട നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളതൊന്ന് കമൻറ്റ് കൂടെ രേഖപ്പെടുത്തി എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റീനെ എന്താ അറിയാം. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറയാം. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ അവർ ജനിക്കുന്നത് ഇപ്പോൾ ഒരു മെയിലായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോൺസോ അല്ലെങ്കിൽ അവരവരുടെ ജെൻഡറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഫീമെയിലായിട്ടായിരിക്കും. അപ്പോൾ ഒരാണ് വിത്ത് പെൺ മൈൻഡ്. പിന്നെ ഇവർ ചിലർ ഓപ്പറേഷൻ ചെയ്തിട്ട് പെണ്ണാവും, ചിലർ ഓപ്പറേഷൻ ചെയ്യാണ്ട് പെണ്ണായിട്ട് ജീവിക്കും. ഓപ്പറേഷൻ ചെയ്യുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഡൗൺ സർജറി ചെയ്യുക, അതുപോലെ തന്നെ ടോപ്പ് സർജറി. പിന്നെ അവർ പലതരത്തിലുള്ള ഹോർമോൺസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു സ്ത്രൈണ ബോഡിയിലോട്ട് വരിക. പക്ഷെ മൈൻഡ് കൊണ്ട് അവർ ബേസിക്കലി ഇതായിരിക്കും. ആണുങ്ങളാണെങ്കിൽ ഇങ്ങനെ.
ജനിക്കുന്നത് സ്ത്രീകളായിട്ടായിരിക്കും, പക്ഷെ അവർക്ക് ആണിനോടായിരിക്കും. സർജറി ആണെങ്കിൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുക. ഇതാണ് ബേസിക്കലി ഈ ട്രാൻസ്ജെൻഡറിൽ നടക്കുന്നത്. അതിൽ സർജറി ചെയ്തവരുണ്ട്, സർജറി ചെയ്യാത്തവരുണ്ട്. ജാസി എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ സർജറി ചെയ്തിട്ടില്ല. കാരണം ആൾക്ക് സർജറി ചെയ്യാൻ ഭയങ്കര പേടിയാണ് എന്ന് ആൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ജാസി ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് ഒരു മെയിൽ ബോഡിയിലാണ് വിത്ത് എ ഫീമെയിൽ, ദാറ്റ്സ് എ ട്രാൻസ് വുമൺ. അപ്പോൾ ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പ്രഗ്നൻ്റ് ആവാൻ സാധിക്കില്ല. ദിസ് ഇസ് 100 to 1000% കൺഫേംഡ് ആണ്. ഒരു ഫീമെയിലിന് മാത്രമാണ് എന്ന് വെച്ചാൽ ബോൺ ആസ് ഫീമെയിൽ ബോഡി വിത്ത് അതിൻ്റെ ഉള്ളിൽ ഓവുലേഷൻ ഇങ്ങനത്തെ പ്രോസസ്സ് നടക്കുന്ന ഒരാൾക്കാണ് ഒരു ബർത്ത് ബേബിക്ക് കൊടുക്കാൻ സാധിക്കുക. ഇപ്പോൾ ജാസി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡറിനെ കുറിച്ച്, ജാസി എന്നല്ല, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ട്രാൻസ് വുമൻസിന് പ്രഗ്നൻ്റ് ആവൽ സാധിക്കുന്ന കാര്യമേ അല്ല. പക്ഷേ ഇവർക്ക് വളരുന്നതിനനുസരിച്ച് ഇവർക്ക് ചിലപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവാം ഒരു അമ്മയാവണം എന്നുള്ളത്. അപ്പോൾ ചില ആൾക്കാർ അഡോപ്റ്റ് ചെയ്യുന്നവരുണ്ട്, ചില ആൾക്കാർ അതിന് വേണ്ടിയുള്ള പ്രൊസീജിയർ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ എനിക്ക് ആ കപ്പിളുടെ പേര് എനിക്കറിയില്ല, ബട്ട് ഐ വിൽ ആഡ് ദെയർ ഫോട്ടോ ഹിയർ. മേ ബി അപ്പം ഞാൻ പേര് പറഞ്ഞുതരാം, എനിക്കിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ കിട്ടുന്നില്ല. അവർ കല്യാണം കഴിച്ചത് ഒരു ട്രാൻസ് മെന്നും ഒരു ട്രാൻസ് വുമണും കൂടി ഒരുമിച്ച് കല്യാണം കഴിച്ചിട്ട് അതിൽ ട്രാൻസ് മെൻ എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആയി, ട്രാൻസ് വുമൺ ആ കുട്ടീനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ബന്ധത്തിൽ അവർക്ക് അവരുടേതായ ഒരു കുട്ടി കിട്ടി. അത് സോഷ്യൽ മീഡിയയിൽ വലിയ ഡിസ്കഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 80% ഓഫ് ആൾക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്തതാണ്. ബാക്കി കുറച്ച് നെഗറ്റീവ് കമൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീൻ്റെ ഉയർച്ചയ്ക്ക് ഭയങ്കര നെഗറ്റീവ് പറയുന്ന ഒരു സമൂഹം ഇപ്പം ഉണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എന്നാൽ ഉണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പണ്ടത്തെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കുറവാണ്. പക്ഷേ ഇവിടെ ഈ കാട്ടിക്കൂട്ടൽ കാണുമ്പോഴാണ് കുറേ ആൾക്കാർക്ക് ദേഷ്യം വരുന്നത്. ഒരുപാട് കമൻറ്റുകൾ, ഒരുപാട് റിയാക്ഷൻ വീഡിയോസുകളൊക്കെ ഞാൻ കണ്ടു. അതിനൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ജാസി ഇത് കാട്ടിക്കൂട്ടുകയാണ്. കാരണം ജാസിക്ക് പേഴ്സണലി അറിയാം ജാസിക്ക് അതിനുള്ള കഴിവില്ല എന്നുള്ളത്. പിന്നെ ജാസി ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് എടുത്തുകൊണ്ടിട്ട് മീഡിയക്കാരെടുത്താണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്താണെങ്കിലും ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് ഒരു കാട്ടിക്കൂട്ടലായിട്ടോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ആയിട്ടാണ് കാണുന്നത്. ഈവൻ ജാസി ഇപ്പോൾ ഏത് സ്പേസിൽ പോയാലും ഈ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇനി എന്തായാലും ഒരു കുറച്ച് കാലത്തേക്ക് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് ജാസിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു എക്സിസ്റ്റൻസ് കിട്ടും. ജാസി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരുവിധം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ട്രാൻസ് വുമൻസും ട്രാൻസ് മെൻസും ജാസിയായിട്ട് കോൺടാക്റ്റ് കുറച്ചിട്ടുണ്ട്. അതിന് പകുതി ആൾക്കാരും പറയുന്നത് ലൈക്ക് ഈഗോയാണ്, കോംപ്ലക്സ് ആണ്. പക്ഷേ എനിക്കത് അറിയില്ല. കാരണം ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് ജാസിക്ക് കിട്ടിയത്. അതിനു മുമ്പ് വളരെ ഡെവലപ്ഡായി നിൽക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ഈഗോ വരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് മനസ്സിലായത് പല കാര്യങ്ങളിലും ജാസി എടുക്കുന്ന സ്റ്റാൻഡ് അല്ലെ പല കാര്യങ്ങളിലും ജാസി പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കമ്മ്യൂണിറ്റീനെ കളിയാക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഒരു ട്രാൻസ് വുമൺ വെറുതെ ഒരു പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഈ സമൂഹത്തിൽ കൂടെ നടക്കുക. എന്താണിത് കിട്ടുന്നത് എനിക്കറിയില്ല. അല്ലെങ്കിൽ എനിക്ക് അമ്മയാവണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ മേ ബി ഫ്യൂച്ചറിൽ ലൈക്ക് ഒരു ബേബീനെ അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എടുത്ത് വളർത്താം, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഫൈൻ ഉണ്ട്. ഇത് ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ടുള്ള ഈ തരത്തിലുള്ള കളികളും കോമാളി പിടിച്ചിട്ടുള്ള കളികൾ കാണുമ്പം ഡെഫിനറ്റ്ലി നമ്മൾ ഇങ്ങനെ തന്നെയാണ് റിയാക്ട് ചെയ്യുക. ആണ്, സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. സീരിയസ്ലി ഞാൻ നുണ പറയുന്നല്ല, സീരിയസ്ലി സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. ഞാൻ വെറുതെ പറയാം, ഫേക്ക് അല്ല അത്. ഞാൻ ഇത് അതുകൊണ്ടാണ് സാരി എടുത്തു വന്നത്. ഞാൻ ചുരിദാറിൽ ഇടാറ്. സാരി എടുത്ത് വന്നത് അത് മറച്ചു വെക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വയറ് കാണത്തില്ലേ. മാഷ പറയല്ലോ കേട്ടോ, നിങ്ങളിപ്പോ ചിരിക്കുന്നില്ലേ. കണ്ടോ, ഇവിടെ ജാസി ഇതൊരു കോണ്ടന്റ് ആക്കുക. ഒരു സ്ത്രീയുടെ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ വളരെ കോണ്ടന്റ് ആക്കിക്കൊണ്ട് സംസാരിക്കുന്ന പോലെ തോന്നി. ഞങ്ങൾക്ക് ജനിക്കാൻ വന്ന കുട്ടീനെ 8 കൊല്ലത്തേക്ക് ഞങ്ങൾ പുറത്ത് കാണിക്കില്ല, കുട്ടിക്ക് ഞങ്ങളൊരു അറബിക് പേര്. ചിലപ്പോൾ ജാസി എന്ന് പറയുന്ന വ്യക്തി ഇത് വളരെ സർക്കാസ്റ്റിക്കലി ഈ ഓൺലൈൻ മീഡിയക്കാരുടെ ചൊറിച്ചിൽ കാരണം കൊടുക്കുന്ന ഒരു മറുപടി ആയിരിക്കാം. എന്നാൽ ഇതൊരു പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വളരെ പവിത്രമായിട്ടുള്ളൊരു കാര്യം വെച്ച് ഈ സർക്കാസ്റ്റിക്കലി കളിക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക് ഇത് ഹേർട്ടാവും എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. ഇപ്പോൾ ജാസി തന്നെ ഏതോ ഒരു സ്ഥലത്ത് പറയുന്നത് ഞാൻ കേട്ടു, എൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യം എന്താണ്, നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണോ, ഇത് എൻ്റെ പേഴ്സണൽ കാര്യമല്ല, എൻ്റെ പ്രൈവസി അല്ലേ എന്നൊക്കെ ജാസി പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഓഫ് കോഴ്സ് ദിസ് ഇസ് ജാസിസ് പേഴ്സണൽ തിങ്, ജാസിസ് പ്രൈവസി. പക്ഷേ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റിനെ വെച്ചുകൊണ്ട് തമാശ കളിക്കുമ്പം ആ തമാശ ആ രീതിയിൽ എൻജോയ് ചെയ്യാൻ എല്ലാവർക്കും പറ്റണം എന്നില്ല. ഈ
ഛർദ്ദിച്ചൊരു സാധനം. ഇപ്പോൾ പ്രഗ്നൻസി സ്റ്റേജിൽ കടന്നു പോയിട്ടുള്ള, ഇപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ഞാൻ ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വൊമിറ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്, എടാ അമ്മിയ നമുക്ക് ഒരു സ്മെല്ല് പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ചില ഫുഡ് പറ്റില്ല, നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരെ തന്നെ പറ്റണമെന്നില്ല, നമ്മളെ ഹസ്ബൻഡ് തന്നെ പറ്റണമെന്നില്ല. അങ്ങനത്തെ വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കര ഡൗൺ ആവുന്ന ഒരു സ്റ്റേജാണ് ഈ പ്രഗ്നൻസി സ്റ്റേജിൽ ഉണ്ടാകുന്ന സ്ത്രീകളുടെ ഈ വൊമിറ്റിംഗ് എന്ന് പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ട് എനിക്കറിയാം. ആ ഒരു സാധനത്തിനെ വളരെ തമാശവൽക്കരിച്ചുകൊണ്ട് ഇങ്ങനെയും അല്ലെങ്കിൽ ഇത് കാണിക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് എനിക്കറിയില്ല. ജാസി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, ജാസിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയും കൂടെ വെറുപ്പിക്കുന്ന രീതിയിലാണ് ജാസി പല കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈവൺ ആ വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സ്ത്രീകൾ ഇതിന് കേസ് കൊടുക്കണം, പ്രസവം എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല, പിന്നെ ഒരു തെറിയാണ്, ഞാൻ വായിക്കുന്നില്ല. സത്യമാണ്, പ്രസവം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുട്ടിക്കളിയല്ല. ജാസിക്ക് ഒരു കണ്ടന്റ് ആക്കി എടുത്ത് വെച്ചിട്ട് 1-2 വീഡിയോ ഒരു അഭിനയിക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ഫൈൻ. പകരം അതൊരു കോണ്ടന്റ് ആക്കി എടുത്ത് വെച്ച് അത് വെച്ചിട്ട് തമാശ കാണിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യം. അടുത്തൊരു കമൻറ്റ്, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വില സ്വയം കളയുന്നത്. ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുക എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമാണ്. സത്യമാണ്, അതാ ഞാൻ പറയുന്നത്. നിങ്ങൾ വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ഒരു കോണ്ടന്റിൻ്റെ ഭാഗമായി ചെയ്യുന്നത് പോലെയല്ല പല സ്ഥലങ്ങളിൽ വന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിയാക്ട് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ വില കളയുകയാണ്. നിങ്ങളോട് ഉണ്ടായിരുന്ന വ്യക്തികളുടെ സ്നേഹം വരെ ഹെയ്റ്റ് ആവുകയാണ്. ഇവിടെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഞാൻ ഇന്നേ വരെ ട്രാൻസ് കമ്മ്യൂണിറ്റീനെ മോശമാക്കുന്ന രീതിയിൽ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. ഞാൻ ഡെഫിനറ്റ്ലി അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ എല്ലാ കോണ്ടന്റുകളും ഞാൻ ചെയ്തിട്ടുള്ളത്. ഈവൻ എൻ്റെ ക്ലാസ്സിൽ സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ ഇങ്ങനെ ഒരു ടോക്ക് വരികയാണെങ്കിൽ ഈ കമ്മ്യൂണിറ്റീനെ കുറിച്ച് ടോപ്പിക്ക് വരികയാണെങ്കിൽ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്താൽ പറയുന്നത്. പക്ഷേ ഈ തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരിക്കലും ആ രീതിയിൽ കാണാൻ സാധിക്കില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ജാസ് ഇത് ചെയ്യുന്നത് എന്ന് പോലും ഇപ്പോൾ മനസ്സിലാവുന്നില്ല. BP ഉള്ളവർക്ക് ഉപ്പിട്ട നാരങ്ങ വെള്ളവും തലവേദന ഉള്ളവർക്ക് കിടക്കാനുള്ള സൗകര്യവും സ്റ്റേജിൻ്റെ പുറകിൽ ഒരുക്കിയിട്ടുണ്ട്. ഗ്യാസാവും, അല്ലാതെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സ്ത്രീകളെയും ഗർഭത്തെയും ആ സമയങ്ങളിൽ അനുഭവിക്കുന്ന വിഷമങ്ങളെയും പരിഹസിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരമ്മയാവുക എന്നത് മഹത്തായ ഒരു കാര്യമാണ്. അതിനെ ഇങ്ങനെ പബ്ലിക്കായി പരിഹസിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വില കളയുന്നത്. ഇങ്ങനെ ഒരുപാട് എനിക്ക് പറയാനറിയില്ല, അത്രയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട്. ഈ നെഗറ്റീവ് കമൻസ് വരുന്നതിന് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ബാക്കിയുള്ള വ്യക്തികളെ കോമാളിയാക്കുന്ന രീതിയിലാണ് പല കോണ്ടന്റുകളും സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത്. ഇത് കാണുന്ന വ്യക്തികൾക്ക് ഇത് കാണുമ്പോൾ ഇങ്ങനെ തന്നെയേ തോന്നൂ, ഇങ്ങനെ തന്നെയേ ചിന്തിക്കാൻ കഴിയൂ. ഇതിനപ്പുറം ചിന്തിക്കാനോ ഇതിനപ്പുറം നോക്കാനോ പറ്റില്ല. കാരണം ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന ഒരു സാധനം നടന്നു എന്നുള്ള രീതിയിൽ അഭിനയിച്ച് അത് സത്യമാണെന്ന രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾ ഓഫ് കോഴ്സ് ഒരു കോമാളിയാണ്. കാരണം ഒരുപാട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ കം ഔട്ട് ചെയ്തിട്ട് അവരവരുടെ ജെൻഡർ റിവീൽ ചെയ്ത് ജീവിക്കുന്നുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു വലിയ സൈബർ അറ്റാക്കാണ് ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അന്ന് തൊട്ടേ കിട്ടിയിട്ടുള്ളത്. അതിന് റീസൺ ഫ്രം കമ്മ്യൂണിറ്റിയിൽ നിന്ന് സപ്പോർട്ടേഴ്സ് ഇല്ല, ഫാമിലിയിൽ നിന്ന് സപ്പോർട്ടേഴ്സ് ഇല്ല. ഈവൻ ആഷിയുടെ ഉമ്മയിൽ വന്നിട്ടുള്ള കുറേ ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ അല്ലാണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറേ ആൾക്കാർ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ ടു ആൻ എക്സ്റ്റെൻറ്റ് നമ്മളുടെ സൈഡിൽ എന്തോ മിസ്റ്റേക്കോ അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്നതാണ്. ഈവൻ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ അവർ പറയണ്ടേ, ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ മോശമായ രീതിയിൽ പറയണ്ട. വൈ സംപടി? അതാ ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ എന്തായാലും ഈ കമ്മ്യൂണിറ്റിയിൽ വന്നു, നിങ്ങൾ അതായി ജീവിക്കുന്നു, ട്രാൻസ് വുമൺ ആയി ജീവിക്കുന്നു, നിങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കൂ. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് ജീവിക്കൂ, മാരേജ് ചെയ്യട്ടെ, എല്ലാം ചെയ്യട്ടെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു കുട്ടീനെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അഡോപ്റ്റും ചെയ്യൂ. അതിനൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇല്ലാത്ത ഒരു കാര്യം കോണ്ടൻ്റ് ആക്കി വെച്ചുകൊണ്ട് സമൂഹത്തിലുള്ള ആൾക്കാരെ മുഴുവൻ പറ്റിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇനി നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് പറ്റിച്ചാലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ആൻഡ് ഈവൻ നമുക്കിവിടെ ഒരുപാട് ആൾക്കാർ ഈ ടോപ്പിക്ക് റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റും. ഈ വീഡിയോക്ക് റിയാക്ട് ചെയ്യാൻ കാരണമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിൽ പറയുന്നത് കറക്റ്റാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഇതിന്റെ കമന്റ് ബോക്സ് കണ്ടപ്പോൾ മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ഒരു സ്ത്രീയുടെ ലൈഫിലെ ഇമ്പോർട്ടൻറ്റ് ഫേസ് ആണ് പ്രഗ്നൻസി. അതിനെ ഇതുപോലെ വില കുറച്ച് കാണുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ തീരില്ല. ഫിസിക്കൽ സ്ട്രെയിൻ, ഇമോഷണൽ ടർമോയിൽസ്, ലേബർ പെയിന്. പ്രഗ്നന്റ് ആവാൻ ബേസിക് ആയിട്ട് ഒരാൾക്ക് വേണ്ടത് ഹെൽത്ത് കണ്ടെത്തിയിട്ടില്ല. ഹോർമോൺ തെറാപ്പി വഴി ഒരിക്കലും ഫീമെയിൽ ഇന്റർണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ റിയലി റെസ്പെക്ട് ദ പേഴ്സൺ ഇൻ ദ വീഡിയോ. അവരുടെ ഇമോഷൻസ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, അവർ അനുഭവിച്ച സഫറിംഗ്സ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ഈ ചെയ്തത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പ്രഗ്നൻസിയും ചൈൽഡ് ബർത്തും ഇതുപോലെ പബ്ലിക്കായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് കുട്ടി വേണമെങ്കിൽ ട്രീറ്റ്മെന്റ് മുന്നേ സ്പേം പ്രിസർവേഷൻ ചെയ്യാം, ഒരു സറോഗേറ്റ് മദറിന്റെ സഹായം സ്വീകരിക്കാം. പല രാജ്യങ്ങളിലും അഡോപ്ഷൻ ഒരു നല്ല ഓപ്ഷനാണ്.
എന്തായാലും ഇതുപോലെ ആളുകളെ മിസ്ലീഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്യാതെ പ്രഗ്നന്റ് ആയി അനുഭവിക്കുന്ന വേദനകളും ത്യാഗങ്ങളും ഫേക്ക് ചെയ്തുകൊണ്ട് ഇതുപോലത്തെ നാടകങ്ങൾ കാണിക്കരുത്. ഒരു ഡോക്ടർ വളരെ സയന്റിഫിക്കലി ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന ഒരു പീസാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ യൂട്യൂബിൽ കുറേ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്, പ്രഗ്നൻ്റ് ആവുക എന്ന് പറയുന്നത് ഒരു ഫീമെയിലിന് മാത്രമേ പറ്റൂ, ഒരു ട്രാൻസ് വുമൺ ഒരിക്കലും പറ്റില്ല. ഇനി മേ ബി സയൻറ്റിഫിക്കലി മുകളിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വന്ന് അറിയില്ല. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ, ഈ പോയിന്റ് വരെ ഫീമെയിലിന് മാത്രമേ പ്രഗ്നൻ്റ് ആവാനുള്ള ഒരു കഴിവുള്ളൂ. അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഫങ്ഷനിങ് ഓവറി വേണം, ഫെലോപ്പിയൻ ട്യൂബ് വേണം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പേം കളക്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മളുടെ നയൻതാര ചെയ്തതുപോലെ ഒരു സർഗസി മെത്തേഡ് അറിയാമല്ലോ, സർഗസി മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അഡോപ്ഷൻ ചെയ്യാം. ഇതുവഴിയും നിങ്ങൾക്ക് അമ്മയാവാൻ പറ്റും. പക്ഷേ ഈ തരത്തിലുള്ള കോപ്രായത്തരങ്ങൾ, ഇപ്പോൾ ഈ വൊമിറ്റിംഗ് ആണെങ്കിലും, ഈ മാങ്ങ കഴിക്കുന്നതാണെങ്കിലും, ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ പെയിൻ അനുഭവിക്കുന്നതാണെങ്കിലും, ഇതൊക്കെ ഒരു സ്ത്രീ മാത്രമേ അനുഭവിക്കൂ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ. അതിനെ ഇങ്ങനെ തമാശവൽക്കരിച്ചുകൊണ്ട് കാണിക്കേണ്ട ആവശ്യം. ഇപ്പോൾ ജാസിയുടെ ഒരു ഇമോഷൻ കാണിക്കാൻ, ഞാൻ അമ്മയാകുമ്പോൾ ഇതൊക്കെ അനുഭവിക്കും, അല്ലെ ഇതൊക്കെയാണ് എൻ്റെ പെയിൻ, ഇതൊക്കെയാണ് എൻ്റെ കൊതി, ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടം എന്ന് കാണിക്കാനാണെങ്കിൽ സ്വയം കാണിക്കുക. അതൊരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് കൊണ്ടുപോയിട്ട് കാണിക്കരുത്. കാരണം ഇത് നിങ്ങളുടെ ഇമോഷൻ്റെ പുറത്ത് കാണിക്കുകയാണെന്നും ഇത് നിങ്ങളുടെ ഇമോഷൻ ആണെന്നും ആർക്കും തോന്നില്ല. എല്ലാവർക്കും തോന്നി ഇത് കളിയാക്കലും പരിഹാസവും പുച്ഛമാണെന്ന് തന്നെയാണ്. എല്ലാവരും വിശ്വസിക്കാൻ സീരിയസ്ലി നോണ പറയുന്നതല്ല. ഈ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ സത്യത്തിൽ നല്ല വിഷമം തോന്നി. ഇതൊക്കെ കണ്ട് വിശ്വസിക്കുന്നവരെ ഓർത്ത് എത്ര കൂളായിട്ടാണ് അവരൊക്കെ വിഡ്ഢികളാക്കപ്പെട്ടത്. ഈ വീഡിയോ ചെയ്ത വ്യക്തിയുടെ അമ്മയാവാനുള്ള മനസ്സിന്റെ വെമ്പൽ, അവരുടെ ഇമോഷൻസ്, അവർ ലൈഫിൽ അനുഭവിച്ച സ്ട്രഗിൾസ്, ഇതിനൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഈ ചെയ്യുന്നതിനെ ന്യായീകരിക്കാനാവില്ല. ഇതൊക്കെ വിശ്വസിക്കുന്നവരറിയാം. പക്ഷെ ലോകത്ത് ഇന്ന് വരെ ഒരു പുരുഷനും ഇത്തരം വിജയകരമായിട്ടില്ല. ഏതൊരു സ്ത്രീയുടെയും ലൈഫിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഭാഗങ്ങളാണ് പ്രഗ്നൻസിയും ചൈൽഡ് ബർത്തും ഒക്കെ. അതൊന്നും ഇങ്ങനെ ഫേക്ക് ചെയ്യപ്പെടുന്ന ഒന്നല്ല. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ കാരണം ഒരാളുടെയെങ്കിലും തെറ്റിദ്ധാരണ മാറ്റാൻ പറ്റട്ടെ എന്നും നമ്മൾ കാരണം ഒരാളെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കട്ടെ എന്നും ആയിരിക്കട്ടെ നമ്മുടെ മോട്ടോ. അടുത്തൊരു ഡോക്ടറുടെ റെസ്പോൺസാണ്. ഞാൻ ഡോക്ടർമാരുടെ റെസ്പോൺസൊക്കെ ഞാൻ കംപ്ലീറ്റ് ഇതിലിട്ട് കാണിക്കുന്നത് നിങ്ങൾക്കൊരു തിരിച്ചറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട്. അപ്പം മേ ബി എനിക്കറിയില്ല, ചിലപ്പോൾ ഐ ബിലീവ് വളരെ പൊട്ടന്മാരായിട്ടുള്ള വ്യക്തികൾ മാത്രമേ ജാസി പ്രഗ്നൻ്റ് ആണെന്നുള്ളത് വിശ്വസിക്കൂ. ബാക്കി 99% ഓഫ് ആൾക്കാരും വിശ്വസിക്കില്ല. ജനങ്ങളെ കോമാളിയാക്കുന്ന പരിപാടിയാണ് നടക്കുന്നത്. പക്ഷേ ആ വിശ്വസിക്കുന്ന 1% ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ്. കാരണം ഇനിയും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ കമൗട്ട് ചെയ്യാം, ഇനിയും കമൗട്ട് ചെയ്യാണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ കാണുകയാണ് വന്ന് പെണ്ണായി ജീവിക്കാം, അതിലൊരു കുട്ടി ഉണ്ടാവും, അങ്ങനെയാണ് എൻ്റെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യും. ഇങ്ങനത്തെ കുറേ ഇല്ലാത്ത ടാബൂസുകളും ഇല്ലാത്ത മിത്സുകളും വിശ്വസിച്ച് പുറത്തോട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പൊതുവേ എല്ലാവരും പറയുന്നത് ട്രാൻസ്ജെൻഡറെ കണ്ടിട്ട് ബാക്കിയുള്ളൊരു കോപ്പി അടിക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ ആദിലേൻ്റെയും നൂറേൻ്റെയും വിഷയം വന്ന സമയത്ത് പറഞ്ഞ ഓർമ്മയില്ല, ആദിലേൻ്റെയും നൂറേനെയും കണ്ട് ടി വിയിൽ വന്നിട്ടുണ്ട്, ബാക്കിയുള്ളവർ കോപ്പി അടിക്കും. അങ്ങനെ പറയുന്ന ഒരു സമയത്ത് ഇങ്ങനത്തെ വേണ്ടാത്ത മെസ്സേജസും കാര്യങ്ങളും കൊടുക്കുന്നത് ജനങ്ങൾക്കൊരു വളരെ ബാഡ് മെസ്സേജ് കൊടുക്കുക എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തത് ഒരു വീഡിയോയും കൂടെ കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാനൊരു ജനറൽ പബ്ലിക്കിലുള്ള ഒരാൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഞാൻ ഈ ചങ്ങായിനില്ല ഇതുവരെ ഒരു നെഗറ്റീവ് കമന്റ് ഒന്നും അങ്ങനെ ഒരുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം ഈ കാട്ടിക്കൂട്ടില്ല. ഞാൻ ഗർഭിണിയാന്ന് പറഞ്ഞിട്ടുള്ള പബ്ലിക്കിനെ ഒരുമാതിരി പൊട്ടന്മാരാക്കിയിട്ടുള്ള ജാസി, അത് ശുദ്ധ ചട്ടത്തരാട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, ഈ ഗർഭം ധരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തൊരു പവിത്രമായ ഒരു സംഭവമാണ്. അതിനെ ഇങ്ങനെ നോർമലൈസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഈ റീച്ചിന് വേണ്ടിയിട്ടില്ലേ. ഇതിനെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ആ പ്രഗ്നൻസിയുടെ വിലയും ഇമ്പോർട്ടൻസും മനസ്സിലാക്കാനുള്ള കഴിവ് ജാസിക്കില്ല എന്നുള്ള തലത്തിലും കൂടെ പറയാം. ഈവൻ ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ ഒരു കുട്ടിക്കോ വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു സാധനമാണ്. നമ്മളിപ്പോൾ കുഞ്ഞു മക്കളോട് നമ്മൾ പറയില്ല, ഒരു പോക്കിരിത്തരം കളിക്കുമ്പോൾ 10 മാസം നിന്നെ നൊന്ത് പിറന്നതാണ്. അപ്പോൾ വളരെ തമാശയ്ക്ക് നമ്മളൊരു സിനിമ കണ്ട ഡയലോഗുണ്ട്, അമ്മ എന്ത് ചെയ്യും, ഒരു കൊട്ടയിൽ കയറിയിരിക്കുക, അമ്മേനെ ഞാൻ 11.5 മാസം പിടിക്കാം, പലിശയും തീർക്കാമെന്ന്. കാരണം അവർക്ക് അതിൻ്റെ ഒരു വില അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെയിൻ അറിയില്ല. അപ്പോൾ ജാസി മേ ബി ഇതൊന്നും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് എങ്ങനെ ഇതിനെ കോമാളിവൽക്കരിക്കുക? കാരണം എനിക്ക് ഏത് പെർസ്പെക്റ്റീവിൽ നോക്കിയിട്ടും ഇതിലൊരു ഫാക്റ്റ് കണ്ടെത്താൻ എനിക്ക് പറ്റുന്നില്ല, ഇതിലൊരു ശരി കണ്ടെത്താൻ പറ്റുന്നില്ല, ഇതിലൊരു സത്യം കണ്ടെത്താൻ പറ്റുന്നില്ല. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള കാര്യം തന്നെ എനിക്കറിയില്ല. എന്താണ് വയറിൽ വെച്ച് കെട്ടുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇനി 2 ബിരിയാണി ഒരുമിച്ച് കഴിച്ചിട്ടാണോ സ്റ്റേജിലോട്ട് കയറി വരുന്നത് എന്നുള്ളതും എനിക്കറിയില്ല. കാരണം എത്രയൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ സോഷ്യൽ മീഡിയയിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം. നമ്മളൊരു കോണ്ടൻറ്റ് ഇടുമ്പം അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അത് 100 ആൾ കാണുന്നുണ്ടെങ്കിൽ 100 ആൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കോണ്ടൻറ്റ് ആയിരിക്കണം.
100 ആൾക്കിലോട്ട് ഫേക്ക് മെസ്സേജസും ഫേക്ക് ടാബൂസും ഫേക്ക് മിത്സും ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക. അത് മാത്രമേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.